ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. കുറേ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നേക്കുന്നത്. ഈ ഒരു സ്നാക്സ് ആലു സമോസ മിനി സ്പ്രിംഗ് റോളാണ്. വളരെ പെട്ടെന്നും നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് തരാം കേട്ടോ. നമുക്ക് ഒരു വലിയ ബേസിനെ എടുക്കാം. അതിലോട്ട് ഒരു 2 കപ്പ് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പകുതി ആട്ട പകുതി മൈദയാണല്ലോ യൂസ് ചെയ്യുക. മൈദ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സോ ഇന്ന് ഞാൻ ഇവിടെ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ, അതായത് 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലോ നെയ്യോ നമ്മൾ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സമോസ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് റോള് വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഓയിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബോൾ ഉരുട്ടി നോക്കാം. അപ്പോൾ ഇതുപോലെ ബോൾ ആയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പാകത്തിന് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിലോട്ട് നമ്മുടെ സാധാരണ വെള്ളം യൂസ് ചെയ്ത് ഒരു മീഡിയം സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തുള്ളൂ. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല മീഡിയം സോഫ്റ്റോ ആയിട്ട് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു സോഫ്റ്റ്നെസ് ആണ് നമ്മൾ ഈ ഒരു മാവ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 4 മീഡിയം സൈസ് കിഴങ്ങ് ബോയിൽ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷർ വെച്ച് സ്മാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ, നമ്മൾ നന്നായിട്ട് ആ കിഴങ്ങ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്തു. ഇനി ഒരു കുഞ്ഞ് മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവോളയും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇവകയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ആംചൂർ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആംചൂർ ഇല്ലെങ്കിൽ ചാട്ട് മസാല ആഡ് ചെയ്തോളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ആ ഒരു നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലകളെല്ലാം പിടിച്ച് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൊട്ടാറ്റോ, അതായത് നമ്മുടെ ആ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫില്ലിങ്സ് ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു മാവ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ കുഴച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ബോൾസ് ആക്കി റെഡിയാക്കി വെക്കാം. നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കണമല്ലോ, ആ ഒരു ബോൾസിൻ്റെ അത്രയും നമ്മുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വലിപ്പം വേണം അതനുസരിച്ച് നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ആലു, അതായത് നമ്മുടെ ഫില്ലിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫില്ലിങ്സിൻ്റെ ഒരു ചെറിയ റോൾസ് ആക്കി എടുക്കാം. അതായത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ചെറിയ നീളത്തിലൊന്ന് റോൾസ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ റോൾ കട്ട്ലറ്റ് ഒക്കെ തയ്യാറാക്കിയില്ലേ, അതുപോലെ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റോളാക്കി നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ബാക്കിയുള്ള ഫില്ലിങ്സും നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി പോലെ നമുക്ക് മാവ് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മാവ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈമേൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ലൈറ്റായിട്ട് ചെറിയൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്, സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹാഫ് പോർഷനിൽ നമ്മൾ ഒന്ന് കട്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഫുള്ളായിട്ട് മണ്ടയിൽ നിന്ന് മുകളിൽ നിന്ന് കൊണ്ടുവന്ന് താഴെ വരെ ഒന്ന് എഡ്ജ് വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മുകളിൽ നിന്ന് ശകലം ഒന്ന് വിട്ടിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് ഭാഗം, പകുതി ഭാഗം ഇതുപോലെ ഒന്ന് വരങ്ങി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തുമാത്രമാണ് വരങ്ങി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒന്ന് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്സ്, പൊട്ടറ്റോ ഫില്ലിങ്സ് നമുക്ക് ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കാം. നടുക്ക് വെച്ചതിന് ശേഷം നമ്മൾ സൈഡിലൊരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൗളിൻ്റെ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ സൈഡ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡ്സ് എല്ലാം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റോൾ വെച്ചിരിക്കുന്ന ആ ഒരു എഡ്ജിൻ്റെ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വെള്ളം ചേർത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി സൈഡ് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. സൈഡ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത്, അതായത് നമ്മുടെ ഫില്ലിങ്സ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് പതിയെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പതിയെ ഒന്ന് റോൾ ചെയ്ത് എഡ്ജ് വരെ ഒന്ന് എൻഡിങ് വരെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ദാ നോക്കിക്കോളൂ, നമ്മുടെ പൊട്ടാറ്റോ സമൂസ സ്പ്രിംഗ് റോള് ഇവിടെ റെഡിയാണ്. കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ റോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് ഓയിൽ നന്നായിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാനൊരു കടായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റോൾസ് എല്ലാം നമുക്ക് ഈ ഒരു ഓയിലിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലോട്ട് ഇതുപോലെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രിങ്കിൾ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെൽവശം കൂടെ നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് മുരിങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഓരോ വശം നന്നായിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വക എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലെല്ലാം ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള താമസം ഉണ്ടാവും. സോ ഇതുപോലെ നന്നായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റോൾസ് എല്ലാം നമുക്ക് അതേ സെയിം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഈവനിങ് സ്നാക്സ് നമ്മുടെ റെഡിയാണ്. നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്നാക്സ് നമുക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ സമൂസയുടെ വീഡിയോയിൽ ചട്നി ഒരെണ്ണം തയ്യാറാക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചട്നി നമ്മുടെ ഈ ഒരു സമൂസ സ്പ്രിംഗ് റോളിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ ഉള്ളിലത്തെ ഭാഗം ആ ഒരു ക്രിസ്പിനെസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ആലു സമോസ സ്പ്രിംഗ് റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.